കാസർഗോഡ് മീഞ്ച പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഒരു അപകടത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി പറയുന്നത്. അവിടെ ദേരമ്പള്ളിയിൽ നാട്ടുകാർ ഒരുക്കിയ താൽക്കാലിക പാലത്തിൽ നിന്ന് പുഴയിലേക്ക് വീണ സുഷ്മിത എന്ന യുവതിയെ അടുത്തുണ്ടായിരുന്ന ഉദയ് ഭട്ട് എന്ന യുവാവാണ് അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയത്. ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും സുഷ്മിതയുടെ കയ്യിലുണ്ടായിരുന്ന അനുജത്തിയുടെ പ്രധാന രേഖകളും ടാബും മൊബൈലും അടക്കിയ ബാഗ് പുഴയിൽ കാണാതായി. ദേരമ്പള്ളിയിൽ 4 വർഷം മുമ്പ് തകർന്ന കോൺക്രീറ്റ് പാലം പുതുക്കി പണിയാത്തത് കൊണ്ടാണ് നാട്ടുകാർ ഈ ദുരിതമൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. കാസർഗോഡ് ജില്ലയിലെ മീഞ്ച മംഗൽപാടി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ദേരമ്പല പാലത്തിന് മുകളിലാണ് ഞാനുള്ളത്. 4 വർഷം മുമ്പാണ് ഇവിടെ ഉണ്ടായിരുന്ന കോൺക്രീറ്റ് നടപ്പാലം തകർന്നു പോയത്. അതിന് പകരമായി നാട്ടുകാർ കവുങ്ങൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു താൽക്കാലിക പാലം നിർമ്മിച്ചിട്ടുണ്ട്. ഇതിലൂടെയാണ് ഈ നാട്ടുകാരൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. 2 പഞ്ചായത്തുകളിലേക്ക് പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പാലം കൂടിയാണ്. ഇന്നലെ ഈ പാലത്തിൽ നിന്ന് വീണുപോയ യുവതി നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ശരിക്കും ആ സംഭവം? ഞാൻ എൻ്റെ അനിയത്തി പുത്തൂരിൽ കോളേജിൽ പഠിക്കുന്നത്. അങ്ങോട്ട് പോയി ഞാൻ അവളെ കൊണ്ടുവരണേ. ഇങ്ങോട്ട് വരുമ്പോൾ ആ ലാസ്റ്റിലത്തിൽ ഞാൻ വീണ് പോയി. അത് ഞങ്ങൾക്ക് ഇന്നലെ കുറേ വെള്ളം ഉണ്ടായി, മഡ് വെള്ളം. അപ്പോൾ ഞങ്ങൾക്ക് അത് നോക്കുമ്പോൾ തല തീരുന്ന പോലെ ആയി. അത് വെള്ളം പാസ്സാവുമ്പോൾ കാല് സ്ലിപ്പായി. ഈ കയ്യിലെന്താ ഈ രേഖകളൊക്കെ ഉണ്ടായിരുന്നു? എന്തൊക്കെയാണ് നഷ്ടപ്പെട്ട? എന്തൊക്കെയാ? അനിയത്തിൻ്റെ കോളേജ് ബാഗ് ഉണ്ടായി. അതിൽ ഓൾ ദ ബർത്ത് സർട്ടിഫിക്കറ്റ്, പിന്നെ ആധാർ കാർഡ്, പാസ്ബുക്ക്, പിന്നെ +1 +2 മാസ് കാർഡ്, പിന്നെ ഓൾ ദ ടാബ് എൻ്റെ മൊബൈലെല്ലാം ഉണ്ടായി. ജീവൻ രക്ഷപ്പെട്ടത് ഭാഗ്യല്ലേ? രക്ഷപ്പെടുത്തിയ ഏട്ടൻ കൂടിയുണ്ട്. ചേട്ടൻ്റെ പേരെന്തായിരുന്നു? ഉദയകുമാർ ഷെട്ടി. എന്താ നിങ്ങളെന്താ ഇന്നലെ കണ്ടത്? പെട്ടെന്ന് കാണുമ്പോൾ കുറെ താഴത്തിന് വെള്ളത്തിൽ മേലെ താഴെ മേലെ പോന്നു. എൻ്റെ ഇത് വിട്ടിട്ട് ഞാൻ ചാടിയിട്ട് നീന്തിട്ട് കുറേ താഴെത്തുമ്പോൾ കിട്ടി മേലെ രക്ഷപ്പെടുത്തി. BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി ഇതിന്റെ ഈ പ്രദേശത്ത് തൊട്ടടുത്ത നാട്ടുകാരി കൂടിയാണ്. 4 വർഷം മുമ്പ് തകർന്നുപോയ പാലാണ്. ഇതുവരെ ഒരു നടപടി ഉണ്ടായില്ല. 4 വർഷം മുമ്പ് ഞാനപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അവസ്ഥ കണ്ടുകൊണ്ട് അപ്പോൾ ബ്ലോക്കിലും അതേപോലെ MLAക്കും അതേപോലെ നമ്മൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പാലം കെട്ടി ഇതുണ്ടല്ലോ, ആ ഫൗണ്ടേഷൻ കെട്ടിയല്ല. അപ്പോൾ അത് മുകളിൽ തന്നെ വെച്ചിട്ടുള്ളതാണ്. വേറെ രീതിയിൽ ഇല്ലീഗലായിട്ട് സാൻഡും കൂടി എടുക്കുന്നുള്ളതാണ് നമുക്ക് കിട്ടിയ ന്യൂസ്. അത് സാൻഡ് എടുക്കുന്നത് കൊണ്ടാണ് ആ പില്ലറും പിന്നെ വീക്കായി ആയിട്ട് പോയത്. അങ്ങനെ എടുത്തുകൊണ്ടാണ് ഇത് പെട്ടെന്ന് ഒരു ദിവസം ഈ പാലം വീണ്ടു പോകുന്നതാണ്. ഇങ്ങനെ ഇത്ര വലിയ സംഭവം നടന്നിട്ട് പോലും ഒരു തിരിഞ്ഞു നോക്കാത്ത ഗതികേടുക്കാണ് നമ്മളെ ഇപ്പോൾ ഇവിടുത്തെ MLA MP നടക്കുന്നത്. അപ്പോൾ അവർ ഇത് എത്ര പെട്ടെന്നും ഈ ഒരു പാലം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കണം എന്നാണ് നമ്മൾ അഭ്യർത്ഥിക്കുന്നത്. ഈ കവുങ്ങു പാലത്തിലൂടെയാണ് ആൾക്കാർ നടന്നു പോകുന്നത്. അതിൻ്റെ ഒരു അപകടം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ അപകടം ഉണ്ടാവുകയും ചെയ്തത്. എന്തായാലും അതിലൊരു പരിഹാരം എന്തായാലും വേണം എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു അപകടമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്.